CMRL എക്സാലോജിക് കേസിൽ വീണ അച്ചിക്ക് വീണ്ടും ഇഡിയുടെ സമൻസ്. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച സാഹചര്യത്തിലാണ് പുതിയ സമൻസ്. CMRL MD ശശിധരൻ കർത്തിയുടെ മകൻ ശരൺ എസ് കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യുക. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ കൊച്ചി ഓഫീസിൽ ബുധനാഴ്ച ഹാജരാകണമെന്നല്ലേ നിർദ്ദേശം? ഇപ്പോൾ 2 ആഴ്ചത്തെ ഇടവേളയാണ് വീണ ആവശ്യപ്പെട്ടിരുന്നത്. സ്മൃതി, അത്തരത്തിലൊരു സാവകാശം വീണ ടിക്ക് നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർക്ക് ഇത്തരത്തിൽ ഇമെയിൽ വന്നതിന് പിന്നാലെ യോഗം ചേർത്തുകൊണ്ട് തന്നെ അവർ വിലയിരുത്തിയത് ഈ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2 ആഴ്ചത്തേക്ക് സാവകാശം നൽകേണ്ടതില്ല, മറിച്ച് ബുധനാഴ്ചത്തേക്ക് സമൻസ് അയക്കാമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ സമൻസ് അയക്കാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ സമൻസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച വീണ ടി ഹാജരാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ വീണ്ടും സാവകാശം തേടുമോ എന്നുള്ള കാര്യത്തിലും വീണ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇതിനകം തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ കൂടി ഊർജിതമാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ അന്വേഷണം കാര്യക്ഷമമാവുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ വീണ ടിക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം നേരത്തെ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ വീണയുടെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അത് കൂടി ബുധനാഴ്ച ഹാജരാകുമ്പോൾ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട ചോദ്യം, അതായത് വീണയ്ക്ക് പുറമെ തന്നെ CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യൽ കൂടി നടക്കുമെന്നുള്ളതാണ്. CMRL MD ആയ ശശിധരൻ കർത്ത അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ച നടക്കും. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.